എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ മമ്മൂക്കാക്ക് അദ്ദേഹത്തിൻ്റെ ക്രൊണോളജിക്കൽ ഏജ് 73 ആയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറുപ്പമല്ലേ, വളരെ സുന്ദരനും. ഹായ് എവരി വൺ, വെൽക്കം ടു യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇറ്റ്സ് മീ ഷമീറുദ്ദീൻ, അൽസൈത്തൂൻ ഫാർമസി, കൽബ ഫുജേറ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആൻറ്റി ഓക്സിഡൻസുകളെ കുറിച്ചാണ്. എന്താണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റ്? ഫ്രീ റാഡിക്കൽസിൻ്റെ ഡാമേജിൽ നിന്നും സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ആൻറ്റി ഓക്സിഡൻസ്. ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെറ്റബോളിസം കഴിഞ്ഞ് വരുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണത്. ഈ ഫ്രീ റാഡിക്കൽസ് കോശങ്ങളെ അറ്റാക്ക് ചെയ്യുകയും സെല്ലിന് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി നമുക്ക് ക്യാൻസർ ഉണ്ടാകുന്നു, സ്ട്രോക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നു, ഹാർട്ട് ഡിസീസസ് ഉണ്ടാകുന്നു, ഏജിങ്, പെട്ടെന്ന് സ്കിന്നൊക്കെ ചുക്കിച്ചുളിഞ്ഞ് നമുക്ക് ഒരുപാട് വയസ്സുള്ളതുപോലെ തോന്നിക്കുന്നു. ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരുപാട് ഫ്രൂട്ട്സുകൾ കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, നട്ട്സുകൾ കഴിക്കുക. ഇതിൽ നിന്നൊക്കെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസുകൾ കിട്ടുന്നുണ്ട്. ഫ്രീ റാഡിക്കൽസ് ശരീരത്തിൽ ഉണ്ടാകുന്നതിന് ചില ഔട്ട്സോഴ്സുകൾ കൂടെ ഉണ്ട്. അത് പറഞ്ഞ് നമ്മൾ പൊല്യൂഷൻ ഏരിയയിൽ താമസിക്കുന്നത്, അതേപോലെ സ്മോക്കിങ്, ഓവറായിട്ടുള്ള എക്സസൈസ്, അതേപോലെ നമ്മൾ ട്രാൻസ് ഫാറ്റ് അടങ്ങിയ ഫുഡുകൾ കഴിക്കുന്നത് പോലൊക്കെ നമുക്ക് ഒരുപാട് ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു പരിധിവരെ ഫ്രീ റാഡിക്കൽസിനെ നമ്മുടെ ശരീരം തന്നെ എലിമിനേറ്റ് ചെയ്യും. ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ അധികമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഏജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഏജിങ്ങിലേക്ക് വരികയാണെങ്കിൽ തന്നെ അത് 2 ടൈപ്പ് ഏജിങ് വരുന്നുണ്ട്. ഒന്ന് ക്രൊണോളജിക്കൽ ഏജിങ്ങും ഒന്ന് ബയോളജിക്കൽ ഏജിങ്ങും. ക്രൊണോളജിക്കൽ ഏജിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേഷനിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഏജ് ഉണ്ടല്ലോ, അതാണ് ക്രൊണോളജിക്കൽ ഏജ്. ബയോളജിക്കൽ ഏജിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എത്ര വയസ്സായിട്ടുണ്ട് നമ്മൾ പറയുമല്ലോ, ശരീരപ്രകൃതി നോക്കിയിട്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ മമ്മൂക്കാക്ക് അദ്ദേഹത്തിൻ്റെ ക്രൊണോളജിക്കൽ ഏജ് 73 ആയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറുപ്പമല്ലേ, വളരെ സുന്ദരനും. അതാണ് ശരിക്കും ബയോളജിക്കൽ ഏജിങ് എന്ന് പറയുന്നത്. നമുക്ക് ക്രൊണോളജിക്കൽ ഏജിങ് നമുക്ക് ഒരിക്കലും കുറയ്ക്കാൻ പറ്റില്ല, പക്ഷേ ബയോളജിക്കൽ ഏജ് നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. അത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫ്രീ റാഡിക്കൽസിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഉണ്ടാവാണ്ട് നോക്കുക, അതുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക, അതിനുള്ള മെത്തേഡുകൾ ഫോളോ ചെയ്യുക എന്നുള്ളത്. അതിന് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ കഴിക്കുക ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. ഞാൻ കുറച്ച് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഏതായാലും പറയാം. ഈ ആൻറ്റി ഓക്സിഡൻറ്റ് ലിസ്റ്റിൽ വിറ്റാമിൻസ് വരുന്നുണ്ട്, മിനറൽസ് വരുന്നുണ്ട്, അതേപോലെ എൻസൈമുകൾ വരുന്നുണ്ട്, അമിനോ ആസിഡ്സുകളെല്ലാം വരുന്നുണ്ട്. വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, സെലീനിയം, കോക്യൂട്ടൻ, ഗ്ലൂട്ടാത്തയോൺ, ലിപ്പോയിക് ആസിഡ്, അസ്റ്റാക്സാന്തിൻ, ഫ്ലാവനോയിഡ്, റെസ്വറാട്രോൾ, ഗ്രീൻ ടീ, ലൂട്ടിൻ, N-അസിറ്റൈൽ സിസ്റ്റീൻ, സിങ്ക്, ബീറ്റാ കരോട്ടിൻ, കാറ്റിച്ചിൻ, ക്ലോറോജനിക് ആസിഡ്, കുർക്കുമിൻ, ലൈക്കോപ്പീൻ, വിറ്റാമിൻ എ. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രം തന്നെ നമ്മുടെ ബയോളജിക്കൽ ഏജിനെ പിടിച്ചു നിർത്താൻ പറ്റും. അതേപോലെ നമ്മൾ നന്നായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ കഴിക്കുക, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സുകൾ കഴിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, ശരീരം ഡീറ്റോക്സിഫിക്കേഷൻ ചെയ്യുക എന്ന് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് നല്ലൊരു മെത്തേഡാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് അതിനെ ഒരുപാട് വിശദീകരിച്ചിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ വരുന്നൊരു സ്റ്റേജാണ് ഓട്ടോഫേജി. സിനിമാ നടന്മാരും നടിമാരും ഒരുപാട് പേരെടുക്കുന്ന ഒരു ഫാസ്റ്റിംഗ് രീതിയാണ് അത് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ്. കാരണം അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഓട്ടോഫേജി എന്നൊരു മെത്തേഡ്. ഒരു സ്റ്റേജ് നമ്മുടെ ബോഡിയിലുണ്ടാകുന്നൊരു സ്റ്റേജാണത്. അത് നമ്മൾ ഡെഡായിരിക്കുന്ന സെൽസിനെ എല്ലാം കളഞ്ഞ് പുതിയ ഒരു സെൽസ് നമുക്ക് റീജനറേറ്റ് ചെയ്ത് വരുന്നു. അതുമൂലം നമുക്ക് ചുളിവുകൾ ഉണ്ടാവുന്നില്ല, ഏജ് പെട്ടെന്നാവുന്നില്ല. ഏജ് ആവാത്ത രൂപത്തിൽ നമ്മുടെ ശരീരത്തെ കൊണ്ടുവരുന്ന ഒരു മെത്തേഡാണ് ഓട്ടോഫേജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിലൂടെ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. വരും എപ്പിസോഡുകളിൽ ആൻറ്റി ഓക്സിഡൻറ്റിനെ കുറിച്ച് ഓരോന്ന് സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. തൽക്കാലം നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്.